അമ്മയിലെ വിഷയങ്ങൾ, അത് താരസംഘടന അമ്മയിലെ വിഷയങ്ങൾ ഇപ്പോൾ സമൂഹം വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി തന്നെ കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ പോയാൽ, താരസംഘടനയായ അമ്മയിൽ തർക്കം മുറുകുന്നതിനിടയിൽ നടന്മാരായ ജയൻ ചേർത്തല, കൈലാഷ് എന്നിവർ ഔദ്യോഗികമായി തന്നെ രാജി സമർപ്പിച്ചു. അമ്മ സംഘടനയുടെ ഇമെയിലിലേക്കാണ് രണ്ടുപേരും രാജി അയച്ചത്. നേരത്തെ രാജി പ്രഖ്യാപിച്ച ഭരണസമിതിയിൽ ഇരുവരും അംഗങ്ങളായിരുന്നു. അതേസമയം താൻ നിരപരാധിയാണെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്നതുവരെ സമയം രാജിവെക്കില്ല എന്നും ശ്വേതാ മേനോൻ ഫേസ്ബുക്കിലും കുറിച്ചിട്ടുണ്ട്. അബ്ദുൾ റഹീം വിവരങ്ങൾ വായിച്ചിരുന്നു. റഹീമേ, ഗുഡ് മോർണിംഗ്. ഈ അമ്മയിൽ ശരിക്കും എന്താണ് നടക്കുന്നതെന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ മൗനത്തെ മുതലെടുത്തുകൊണ്ട് ചില സ്ഥാപിത താല്പര്യക്കാർ പ്രവർത്തിച്ചു എന്നൊക്കെയാണ് ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. സത്യം തെളിയിക്കുന്നത് വരെ രാജിയില്ല എന്ന കാര്യവുമൊക്കെ ശ്വേത പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ തൊട്ടു പിന്നാലെ ഇന്നിപ്പോൾ ജയൻ ചേർത്തലയും കൈലാഷും ഒക്കെ ഭരണസമിതിയിൽ നിന്ന് രാജി വെച്ചിട്ടുമുണ്ട്. ശരിക്കും അമ്മയിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണോ റഹീമേ? സേതു, ഗുഡ് മോർണിംഗ്. അമ്മ സംഘടനയ്ക്കുള്ളിലെ തർക്കങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് മാത്രമല്ല, താരങ്ങൾ തമ്മിലുള്ള പരസ്പര പോരിലേക്ക് കൂടി അത് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതത്രയും വ്യക്തമാക്കുന്നത്. കാരണം ഈ ജനറൽ ബോഡി യോഗത്തിലാണ് ശ്വേതാ മേനോൻ അടക്കമുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കുന്നതായി പ്രഖ്യാപിക്കുകയും ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത്. അതിൽ പ്രധാനമായും ശ്വേതയ്ക്കെതിരെയും നേരത്തെ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ രാജി വന്നത്. പ്രത്യേകിച്ചും ഈ അമ്മ സംഘടന എക്സിക്യൂട്ടീവ് ഉലയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അൻസിബ ഉന്നയിച്ച ചില ആരോപണങ്ങളാണ്. തനിക്കെതിരെ ഇത്തരത്തിൽ വർഗീയ പരാമർശവും അതോടൊപ്പം തന്നെ വ്യക്തിഹത്യ നടത്തുന്നു, ടിനി ടോം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അമ്മ സംഘടനയ്ക്കുള്ളിൽ ആദ്യം ഒരു വാക്കാലൊരു പരാതി അൻസിബ നൽകിയിരുന്നു. പക്ഷേ ആ പരാതി ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാൻ അമ്മ സംഘടനയുടെ നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതായിരുന്നു അൻസിബയുടെ ആരോപണം. അതിൽ തുടങ്ങിയ ചില ആരോപണ പ്രത്യാരോപണങ്ങളാണ് അമ്മ സംഘടനയെ തന്നെ പിടിച്ചുകുലുക്കുന്ന തരത്തിലേക്ക് നീങ്ങിയത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ജനറൽ ബോഡിക്ക് ശേഷം അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നിരുന്നു. അതായത് നിലവിലുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് അഡ്ഹോക് കമ്മിറ്റിക്ക് പൂർണ്ണ ചുമതല നൽകിക്കൊണ്ടുള്ളതായിരുന്നു ജനറൽ ബോഡിയുടെ തീരുമാനം. പക്ഷേ ആ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മുൻ പ്രസിഡന്റും എന്നാൽ ഇപ്പോൾ നിലവിൽ പ്രസിഡന്റാണ് എന്ന് പറയുന്ന ശ്വേതാ മേനോൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ ശ്വേതാ മേനോൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, തനിക്കെതിരെ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ താൻ മൗനം പാലിച്ചത് അമ്മ സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോട്ടം സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവസാനിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ താനൊരു പ്രതികരണത്തിലേക്ക് വരുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണമായി ശ്വേതാ മേനോൻ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. കൂടാതെ അഡ്ഹോക് കമ്മിറ്റി എന്നുള്ളത് ബൈലോയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഗതി നിലവിൽ വരിക എന്നുള്ളതായിരുന്നു ശ്വേതാ മേനോൻ ചോദിക്കുന്നത്. കൂടാതെ ആ കുറിപ്പിന് അവസാനമായി ശ്വേതാ മേനോൻ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ശ്വേതാ മേനോൻ പ്രസിഡന്റ് അമ്മ എന്നുള്ളതാണ്. അതായത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ശ്വേതാ മേനോൻ രാജിവെച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. ഏതായാലും അമ്മ സംഘടനയ്ക്കുള്ളിൽ തർക്കങ്ങൾ ഇപ്പോഴും മുറുകുന്നു എന്നുള്ളതാണ്. ഏതായാലും അഡ്ഹോക് കമ്മിറ്റിക്ക് വലിയ തലവേദനയാകും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം റഹീം പറഞ്ഞത്. അവിടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു.